കേരളത്തിൽ നഗരമേഖലകൾ കേന്ദ്രീകരിച്ചാണ് സ്പാ സെന്ററുകൾ കൂടുതലായും പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ മറവിൽ പല അനാശാസ്യ ഇടപാടുകളും നടക്കുന്നുണ്ട്. ജീവനക്കാരായ യുവതികൾ പോലും ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്നു. തിരുവനന്തപുരത്ത് സ്പാ കേന്ദ്രത്തിൽ യുവതിക്ക് നേരെ അതിക്രമം കാട്ടിയത് ഉടമയാണ്. സംഭവത്തിന് പിന്നാലെ തലസ്ഥാന നഗരത്തിലെ സ്പാ സെന്ററുകൾ കേന്ദ്രീകരിച്ച് നഗരസഭ വ്യാപക റെയ്ഡ് നടത്തി. സെക്രട്ടേറിയറ്റിന് സമീപത്തെ സ്പർശൻ സ്പായിലാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയത്. അനധികൃത സ്പാകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം ചെയ്യുന്ന ക്രോസ് മസാജിങ് അനുവദിക്കില്ലെന്നും മേയർ വി രാജേഷ് വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിന് മുൻവശത്തുള്ള ക്യാപിറ്റൽ ടവർ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്പർശൻ വെൽനസ് സ്പായിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. ഇവിടെ എത്തിയ യുവതിക്ക് നേരെ അപമര്യാദയായി പെരുമാറിയതായി പരാതി ഉയർന്നിരുന്നു. ഈ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ മേയറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു റെയ്ഡ്. വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർക്ക് കിട്ടിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്പർശൻ സ്പായിൽ നമ്മൾ അന്വേഷണം നടത്തി വന്നത്. സ്പർശൻ സ്പായിൽ നടത്തുന്ന, അതായത് ഓണർ മനോഹരൻ എന്നാണ് ഉടമയുടെ ലൈസൻസിയുടെ പേര്. ഒരു മാനേജറുണ്ട് റിദീൻ എന്ന് പറഞ്ഞു. പക്ഷേ ഈ റിദീനോ മറ്റ് അവിടെ നിന്ന സ്റ്റാഫുകൾക്കോ മസാജിനുള്ളതോ അല്ലെങ്കിൽ സ്പാ നടത്തുന്നതിനുള്ള യാതൊരു അനുബന്ധ രേഖകളും ഇല്ലായിരുന്നു. അതിൽ ഇവർക്ക് 2 കെട്ടിട മുറി ഉണ്ടായിരുന്നു. ഒന്നിൽ ലൈസൻസ് എടുത്തിട്ടുണ്ട്, മറ്റൊന്നിൽ ലൈസൻസ് എടുക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. ആയതിനാൽ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയും ലൈസൻസ് എടുക്കാത്തതുകൊണ്ട് ആ സ്ഥാപനം സ്ഥിരമായി പൂട്ടുന്നതിനും പുള്ളിയെ സ്വമേധയാ പൂട്ടി താക്കോല് നഗരസഭയെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്കും ലൈസൻസ് എടുക്കുന്ന മുറയ്ക്കും തുറന്നു കൊടുക്കും. പിന്നെ ബന്ധപ്പെട്ട രേഖകളും ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയം അന്വേഷിച്ചിട്ട് മാത്രമേ ഇത് തുറന്നു കൊടുക്കത്തുള്ളൂ. അതാ സ്വമേധയാ പൂട്ടിയാണ് താക്കോല് കൊടുത്തിട്ടുള്ളത് റജീൻ എന്ന് പറഞ്ഞ മാനേജർ. കെട്ടിടത്തിൽ 2 മുറികളിലായി പ്രവർത്തിക്കുന്ന സ്പായിൽ ഒന്നിന് മാത്രമാണ് ലൈസൻസ് ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് അധികൃതർ സ്പാ പൂട്ടിക്കുകയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്പാകളിലും നഗരസഭ പരിശോധന നടത്തുമെന്ന് മേയർ വി രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു മേയറുടെ പ്രതികരണം. പല സ്പാകളിലും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഡോക്ടർമാരുടെയും ഒത്താശയോടെ അനാശാസ്യ പ്രവർത്തികളടക്കം നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മേയർ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.